വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത വികസന കുതിപ്പുമായി തൃത്താല മണ്ഡലം. നല്ല ക്ലാസ് മുറിയാണ്, നല്ല ബാത്റൂമും, നല്ല സൗകര്യം, പഠിക്കാൻ പറ്റിയ സൗകര്യമാണ്. പുതിയ കെട്ടിടത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അതേപോലെ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. പുതിയ കെട്ടിടത്തിലാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ വെക്കാനുള്ള സംവിധാനങ്ങളും ഫാനും ലൈറ്റും ഒക്കെ ഉണ്ട്. പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. തൃത്താലയുടെ വിദ്യാഭ്യാസ മേഖല ഇന്ന് ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. ഒരു കാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയ സ്കൂളുകൾ ഇന്ന് പടുകൂറ്റൻ കെട്ടിടങ്ങളോടുകൂടി തല ഉയർത്തി നിൽക്കുകയാണ്. വെറും 5 വർഷം കൊണ്ട് 52.70 കോടി രൂപ ചെലവഴിച്ച് തൃത്താലയിൽ 22 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് മികച്ച വികസന പദ്ധതികൾ കൊണ്ടുവന്നത്. പൂട്ടിക്കിടക്കാനായ ഈ അഖിലാണം LP സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകൾ തൃത്താലയ്ക്ക് ഇന്ന് എങ്ങനെ അഭിമാനമായി മാറുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ പുതിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് മൊത്തം പഴയ കെട്ടിടത്തിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ പുതിയ കെട്ടിടത്തിൽ എങ്ങനെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്? ആ സന്തോഷം എങ്ങനെയാണെന്ന് പറയും. പുതിയ കെട്ടിടത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അതേപോലെ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. പുതിയ കെട്ടിടത്തിലാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ വെക്കാനുള്ള സംവിധാനങ്ങളും ഫാനും ലൈറ്റും ഒക്കെ ഉണ്ട്. നല്ല പുതിയ ബെഞ്ചൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ പഴയ കെട്ടിടം പൊളിക്കുകയാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? പഴയ കെട്ടിടം പൊളിക്കുന്നതിൽ ചെറിയായിട്ട് സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ 1 മുതൽ 4 വരെ ഈ ബിൽഡിങ്ങിലാണ് പഠിച്ചതൊക്കെ. ഇനിയിപ്പോൾ ഇത് പൊളിക്കുകയാണെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ഒരു സന്തോഷമുണ്ട്. കാരണം ഗ്രൗണ്ട് കുറച്ചും കൂടി നീളം കൂട്ടി കിട്ടി. പൊട്ടിപ്പൊളിയാനായിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്നൊക്കെ മാറ്റായിട്ട് ഇപ്പോൾ സ്കൂൾ പുതിയ നല്ല കെട്ടിടങ്ങളിൽ കൂടുതൽ സൗകര്യമുള്ള കെട്ടിടങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ചേച്ചിയുടെ അഭിപ്രായം ഉണ്ട് അതിൽ? തീർച്ചയായിട്ടും 96 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം കാരണം പല കുട്ടികളും ഈ സ്കൂളിൽ നിന്ന് പിന്മാറി പോകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ 1,20,00,000 രൂപയുടെ പൈസ കിട്ടുകയും 1.5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല അത്യാധുനിക സൗകര്യത്തോടു കൂടിയൊരു കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അടുത്ത വർഷം കുട്ടികൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇത്രയൊരു ഇത് ഞങ്ങൾക്ക് അനുവദിച്ച് തന്ന മന്ത്രിയോട് നന്ദി, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 22 വിദ്യാലയങ്ങളിലായി 54.70 കോടിയുടെ വൻ വികസന കുതിപ്പാണ് തൃത്താലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഹൈടെക് കെട്ടിടങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് തൃത്താല മണ്ഡലത്തിൽ കാണാനാവുക. നല്ല ക്ലാസ് മുറിയാണ്, നല്ല ബാത്റൂമും, നല്ല സൗകര്യം, പഠിക്കാൻ പറ്റിയ സൗകര്യമാണ്. നല്ല ബോർഡും, എല്ലാവരും ഇങ്ങനെ വരണം എന്ന് ഞാൻ പറയാണ്. നല്ല കളിക്കാനൊക്കെ സൗകര്യം ഉണ്ടോ? ഇപ്പോൾ കളിക്കാനും നല്ല സൗകര്യമുണ്ട്. നല്ല കട്ടട്ട സാധ്യമാണ്. ചേച്ചി ഇപ്പോൾ ചാലിശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിന് ഇപ്പോൾ പഴയ കെട്ടിടത്തിനേക്കാൾ സൗകര്യമുള്ള പുതിയൊരു കെട്ടിടം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു രക്ഷകർത്താവ്, ഒരു വിദ്യാർത്ഥിൻ്റെ രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് ചേച്ചിയുടെ ഇതിലുള്ള അഭിപ്രായം എന്താ? എത്രത്തോളം ഉണ്ട് ഇതിലൊരു സന്തോഷം? നല്ല സന്തോഷമാണ്. എന്താ വെച്ചാൽ മോനിവിടെ LKG UKG പഠിക്കുന്ന സമയത്ത് ഒരു ഷീറ്റിൻ്റെ ഒരു ഷെഡ് പോലെ അങ്ങനെ കുറച്ച് സൗകര്യക്കുറവുള്ള സ്ഥലമായിരുന്നു. എന്നാലും അതിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ആകുമ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അവർക്ക് ഓടി കളിക്കാനുണ്ട്, നന്നായി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ബാത്റൂമിൻ്റെ ആയാലും ഒക്കെ നല്ല സൗകര്യമുള്ള കെട്ടിടമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 22 വിദ്യാലയങ്ങളിലായി 54.70 കോടി രൂപയുടെ പടുകൂറ്റൻ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നും വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നുകയറിയ അഖിലാണം ഗവൺമെന്റ് LP സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ തൃത്താലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ ഇതുപോലെ തന്നെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ MP രാജേഷിൻ്റെ ഞങ്ങൾക്ക് പുതിയ കെട്ടിടം അനുവദിച്ച് തന്നു. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് കിട്ടി. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ പുതിയ കളി സാധനങ്ങൾ വന്നു. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചേച്ചി, ഒരു കാലത്ത് ഈ അഖിലാണം LP സ്കൂൾ എന്ന് പറയുന്നത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയൊരു സ്കൂളായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നല്ല ബിൽഡിംഗ് ഒക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഈ സ്കൂളിലെ.
അപ്പോൾ എനിക്ക് വളരെ മെച്ചപ്പെട്ടൊരു ബിൽഡിംഗ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ 2 മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്ന പഴയ ബിൽഡിങ്ങിൽ പഠിച്ച വളർന്നൊരു കുട്ടിയാണ്. പിന്നെ അത് തന്ന MP രാജേഷ് മന്ത്രിയായിരുന്ന അവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കുറവാണ്. അതാണ് ഇപ്പോൾ ഒരു വിഷമമായിട്ടുള്ള കാര്യം. നമ്മുടെ സ്കൂളിൽ ഇന്ന് നിലനിന്ന് പോകേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്. അത് അതേപോലെ നിലനിന്ന് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ ഫണ്ട് അനുവദിച്ച 22 വിദ്യാലയങ്ങളിൽ 15 എണ്ണത്തിന്റെയും കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞത് അഭിമാനാർഹമായ നേട്ടമാണ്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.90 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം പൂർത്തിയായി. കൂടാതെ ആനക്കര ഡയറ്റ് ലാബ് സ്കൂൾ, കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മേത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 3.90 കോടി രൂപ വീതം ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ പഠന നിലവാരം ഉയർത്തുന്നതിനും തൃത്താല മണ്ഡലത്തിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. 2 വിദ്യാലയങ്ങളിൽ ആധുനിക ലാബുകൾ ഒരുക്കി. യാത്രാക്ലേശം പരിഹരിക്കാൻ 7 വിദ്യാലയങ്ങൾക്ക് പുതിയ ബസ്സുകൾ നൽകി. 10 വിദ്യാലയങ്ങളിൽ ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കി. വിദ്യാർത്ഥികളുടെ കലാകായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ ഓപ്പൺ ഓഡിറ്റോറിയങ്ങൾ, ഗ്യാലറികൾ എന്നിവ സജ്ജമാക്കി. 4 വിദ്യാലയങ്ങൾക്ക് ആകർഷകമായ കവാടങ്ങളും നിർമ്മിച്ചു നൽകി. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ വികസന പ്രവർത്തനങ്ങൾ തൃത്താലയുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലായി മാറുകയാണ്. വികസന മുരടിപ്പുകളിൽ നിന്നും മോചിതമായ തൃത്താലയിലെ കുട്ടികൾ ഇന്ന് വിജ്ഞാനത്തിന്റെ പുത്തൻ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ്. പഴയകാലത്തെ മുരടിപ്പുകളിൽ നിന്നും മോചിതമായി വിജ്ഞാനത്തിന്റെ പുത്തൻ ലോകത്തേക്ക് ചുവടെടുത്തു വയ്ക്കുകയാണ് തൃത്താലയിലെ കുട്ടികൾ. സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഈ വികസന കുതിപ്പ് നാടിനാകെ പ്രചോദനമായി മാറുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മന്ത്രി MP രാജേഷ് വരും തലമുറയ്ക്കായി ഒരുക്കിയ ഈ സ്കൂളുകളെല്ലാം തൃത്താലയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.